ടി വി ഷോകളിലൂടെയും അല്ലാതെയും ഏറ്റവും പ്രധാനം നമ്മുടെ അമൃത ടി വിയിലടക്കമുള്ള ഷോകളിലൂടെ പ്രസിദ്ധരായിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിരാജയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇന്ന് ശബരിമലയിൽ അദ്ദേഹം ദർശനം നടത്തിയിട്ടുണ്ട്. ശബരിമലയിൽ എത്തി ദർശനം നടത്തിയിരിക്കുന്നു. എന്താണ് ആദ്യം ശബരിമലയിലേക്ക് എത്തിയ ശേഷം ദർശനം നടത്തിയ ശേഷം പറയാം? ഞാൻ 20 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ വർഷത്തിന് 50 വർഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നിട്ട് വീണ്ടും വീണ്ടും വരണം തോന്നുന്ന ഒരു അമ്പലമാണ്. ഒരുപാട് ദുർഘടം പിടിച്ച പാതയാണ്. ഇവിടെ ഒരുപാട് ക്യൂ നിൽക്കണം. പക്ഷേ നമ്മൾ അയ്യപ്പനെ കാണാൻ വരുന്നതാണ്. നമ്മൾ അതിൻ്റെ ഒരു ശക്തിക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നിന്നാലും നമ്മുടെ മനസ്സിനെ അത് പാകപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ ഇതൊരു വേറൊരു ഇതാണ്, അറ്റ്മോസ്ഫിയർ ആയാലും അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒരു ശക്തി, ഒരു പോസിറ്റീവാണ് നമുക്ക്. നമ്മൾ വെറുതെ ആൾക്കാർ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസം വരുമല്ലോ ഒരു സ്ഥലം. അങ്ങനെ ഇത്രയോ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടല്ലേ ചെറിയ കുട്ടികൾ, മുതിർന്ന പ്രായത്തിൽ 80 വയസ്സായ ആൾക്കാരൊക്കെ വരുന്നത്, കാലില്ലാത്ത ആൾക്കാർ വരുന്നത്. അതൊരു സ്ഥലത്ത് എത്രയോ എത്തിപ്പെടണമെങ്കിൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ശക്തി തന്നെയാണ്. അത് അയ്യപ്പൻ്റെ ഒരു പോസിറ്റീവാണ്. വെറുതെ നമ്മൾ അതുപോലെ വ്രതം, നല്ല വ്രതം, മാലയിടുമ്പോൾ വ്രതം അനുഷ്ഠിച്ച് അല്ലെങ്കിൽ വെജിറ്റേറിയനായി അങ്ങനെ വരുന്ന ഒരു മാനസികമായും ശാരീരികമായിട്ടും നമ്മളതിനെ മനസ്സുകൊണ്ട് വരുന്ന അയ്യപ്പ ക്ഷേത്രം. ഒപ്പം തന്നെയാണ് നമ്മുടെ അമൃത ടി വിയിലടക്കമുള്ള ഷോകളിലൂടെയാണ് അങ്ങ് ആദ്യം ടി വിയിലേക്കൊക്കെ എത്തുന്നത്. എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്? അന്നത്തെ അമൃത ടി വിയിൽ ഞാൻ എൻ്റെ സ്വന്തമാണ്. കാരണം ഞാൻ അമൃത ടി വിയിൽ ഞാനൊരു പ്രോഗ്രാം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അമൃത ചാനലിലായിരുന്നു ഈ അഡിയൻസ് ഉണ്ടായത്, അത് പിന്നെ മാറിപ്പോയത്. അതുപോലെ 3 കുട്ടീസ് ഉണ്ടായതാണ്. ഇതിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമൃത ചാനലിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കലോത്സവ വേദിയിലെ പരിശീലന ടൈമത്ത് അവർ കലോത്സവത്തിൽ വന്നിട്ട് എന്നെ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്താണ്. അമൃത ടി വി എന്ന് നമ്മുടെ സ്വന്തം ചാനലാണ്. ഒപ്പം ഉണ്ട് ഇന്നിപ്പോൾ മാലയിട്ടതിന് ശേഷം സിനിമ ഉൾപ്പെടെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പുതിയ സിനിമ ഇപ്പം സൂപ്പർ ഹിറ്റായി ഓടിക്കൊടുക്കുന്ന അവിഹിതത്തിലെ പ്രധാന കഥാപാത്രം ചെയ്യാൻ പറ്റി. മാത്രമല്ല അതിൽ നല്ല സിനിമയാണ്. സെന്നാഗ്ഡ സാറിൻ്റെ ഒരു പടമാണ്, നേഷണൽ അവാർഡൊക്കെ ഇട്ട് ഡയറക്ടറെ പടമാണ്. ഇപ്പോൾ തിയേറ്ററിൽ ഓടിയുന്നത് OTT ഭയങ്കര ഹിറ്റാണത്. അത് പ്രേക്ഷകനെ കണ്ടുകൊടുക്കുമ്പോൾ ഇവിടെ കാണുമ്പം അവിഹിതത്തിലെ ക്യാരക്ടർ വേണോട്ടൻ ജോറുണ്ട്, അല്ലെങ്കിൽ മറിമായത്തിൽ ഉണ്ണി ജോറുണ്ട് എന്ന് പറയുമ്പോൾ പലരും എന്നെ കാണുമ്പോൾ കണ്ടു, സംസാരിച്ചു. അത് സന്തോഷമാണ്, സ്നേഹമാണ്. അതിന് അയ്യപ്പൻ്റെ അടുത്തേക്ക് വരാൻ പറ്റിയതും ഏറെ സന്തോഷം. ഒപ്പം തന്നെയാണ് ഇനിയിപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ? ഏത് പുതിയ സിനിമ പ്രോജക്റ്റ്? പുതിയ സിനിമയുണ്ട്. പുതിയ സിനിമ ശരിക്കും ഈ മിനിയാന്ന് തന്നെ ബേസിൽ ജോസഫ് ടൊവിനോൻ്റെ പുതിയ പടം വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് സാമ്യമായതുകൊണ്ട് ഞാനത് പറഞ്ഞു വേറെ അവസരത്തിൽ വരാമെന്ന്. പക്ഷെ പറ്റില്ല. പക്ഷെ പുതിയ സിനിമ സുരാജ് ഏട്ടൻ നായകനായ പടത്തിലൊരു നല്ല ത്രൂ ഔട്ട് വേഷം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസംബർ 1st വീക്ക്. പിന്നെ സിനിമകൾ കുറേ ചെയ്യുന്നുണ്ട്, മറിമായും ചെയ്യുന്നുണ്ട്, ചാനലിലെ പരിപാടി, നാടകം ഒക്കെ ഉണ്ട്. നാടകവും ചാനലിലെ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് കൂടുതൽ വരാൻ കഴിയട്ടെ. ഒപ്പം തന്നെ ശബരിമലയിലേക്ക് എത്തിയത് ഒരു തിരക്കുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പം അതേറെ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ശബരിമലയിലേക്ക് എത്താൻ പറ്റിയത് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ദിവസമാണ്. എൻ്റെ ഏറ്റവും നല്ല ദിവസമാണ്. പിന്നെ ഇവിടെ എല്ലാം നല്ലതാണ്. പിന്നെ പോലീസൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ്. ആദ്യ ദിവസങ്ങളിൽ കേരള പോലീസ് ബിഗ് സല്യൂട്ട്. ആദ്യ ദിവസങ്ങളിലൊരു വലിയ തിരക്കല്ല. ആദ്യ ദിവസങ്ങൾ നോക്കണ്ട. ആദ്യ ദിവസം വല്ലാണ്ട് ആള് കൂടുമ്പോൾ അതിന്റെ വിഷയമുണ്ട്. അത് പെട്ടെന്ന് ചെറിയ അപ്പൊ 100%, 99% നല്ലത് എന്ന് പറയും. 1% പ്രശ്നം, 1% പിടിച്ചു നോക്കുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ വല്ല ഓക്കെയാണ്, അടിപൊളിയാണ്. അല്ല നല്ലതാണ്. നല്ല ശബരിമല നല്ല ശാന്താണ്. എല്ലാവർക്കും വരാൻ വളരെ അയ്യപ്പനെ കാണാൻ ദർശനം ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാം നല്ലതാണ്. അതുതന്നെയാണ് ശബരിമലയിലെ ദർശനത്തിൻ്റെ കാര്യം ഉൾപ്പെടെ നല്ല ദർശനം ലഭിച്ചതിലുള്ള സന്തോഷം കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.